നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും രാജ്യത്തെ നടുക്കിക്കൊണ്ട് ദക്ഷിണ കൊറിയയിൽ ലാൻഡിംഗിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലിയിൽ ഇടിച്ചുണ്ടായ വൻ അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഈ അപകടത്തിന് പിന്നിലും അട്ടിമറി ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ബാങ്കോക്കിൽ നിന്ന് 181 പേരുമായി സഞ്ചരിച്ച ജെജു എയർ വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇതുവരെ 29 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അട്ടിമറി സാധ്യത സംശയിക്കുന്നുണ്ട്. തായ്ലാന്റിൽ നിന്നും 181 യാത്രക്കാരുമായി എത്തിയ മുവാൻ വിമാനത്താവളത്തിലെ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നടിഞ്ഞത്. നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ചിത്രങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രാദേശിക സമയം രാവിലെ 9:07 അപകടം. പക്ഷി ഇടിച്ചാണ് അപകടമെന്നതുൾപ്പെടെ വാദങ്ങളുണ്ട്. എന്നാൽ സംശയങ്ങളും ചർച്ചകളിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളിലും വീഡിയോകളിലും കാണുന്നത് പ്രകാരം വിമാനം ലാൻഡിങ്ങിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശക്തമായ പുകയും തീയും ഉയർന്നതോടെ വിമാനത്തെ അഗ്നിഗോളം വിഴുങ്ങി. ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിമാന ദുരന്തം ലോകത്തെ നടുക്കിയിരുന്നു. അന്ന് 38 പേരാണ് കൊല്ലപ്പെട്ടത്. അസർബൈജാൻ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനം കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് കസാക്കിസ്ഥാനിലേക്ക് വഴി തിരിച്ചുവിടുകയായിരുന്നു. ആ വിമാനത്തെയും പക്ഷിക്കൂട്ടം ഇടിച്ചെന്ന് വരുത്താനായിരുന്നു ശ്രമം. എന്നാൽ റഷ്യ വെടിവെച്ചിട്ടു എന്ന് അസർബൈജാൻ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയയിലെ അപകടവും ഇപ്പോൾ ലോകത്തിന് മുൻപിൽ ചോദ്യചിഹ്നമായി ഉയരുന്നത്. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും 2 ധ്രുവങ്ങളിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനപരമായ രീതിയിലുള്ള പല പ്രവർത്തികളും കഴിഞ്ഞ കുറേ കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. റഷ്യയും ഉത്തര കൊറിയയും ശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നീങ്ങാറുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദക്ഷിണ കൊറിയയിലെ വിമാനം തകർന്നു വീഴലും പലവിധ സംശയം നൽകുന്നത്. അസർബൈജാൻ വിമാന ദുരന്തത്തിന് സമാനമാണ് മുവാനിലേതും. അസർബൈജാൻ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി. തൊട്ടു പിന്നാലെ തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. ഡാഗെസ്ഥാൻ റിപ്പബ്ലിക്കിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. തകർന്നു വീണ ആ വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ കണ്ടെത്തിയ ദ്വാരങ്ങൾ വിമാനം വെടിവെച്ചിട്ടതാണോ എന്ന സംശയത്തിനും കാരണമായി മാറുകയായിരുന്നു.